സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മണിപ്പാൽ മലയാളി വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച സംഭവം 3 പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ. കേരള NGO അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന് കാഞ്ഞങ്ങാട് തുടക്കം. ജില്ലയിൽ 2ഇടത്ത് UDF-ന് എതിരില്ല. മഞ്ചേശ്വരം ഉദ്യാവാരയിലും മൊഗ്രാൽ പുത്തൂരിലും UDF സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ വിജയിച്ചു. കേബിൾ TV ഓപ്പറേറ്റർമാരുടെ ഐക്യവും അവബോധവും ലക്ഷ്യമാക്കി നടത്തുന്ന ചേതനയാത്രയ്ക്ക് ചെറുവത്തൂരിൽ സ്വീകരണം നൽകി. ആവിഷ്കാർ മീഡിയ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ റെസ്തോഗിയാണ് യാത്ര നടത്തുന്നത്. നവരാത്രി ആഘോഷം. ഹൊസൂർഗ് മാരിയമ്മ ക്ഷേത്രത്തിൽ അന്നദാനപ്പുര നിറഞ്ഞു. ഇരുളടഞ്ഞ ജീവിതത്തിൽ ശോഭനയ്ക്ക് സഹായഹസ്തവുമായി സന്തോഷിന്റെ കുടുംബം. അള്ളങ്കോട്ടെ വയലിൽ പൊൻകതിർ കൊയ്തു. ചങ്ങമ്പുഴ വനിതാവേദിയുടെ പ്രവർത്തകർ ആഹ്ലാദത്തിൽ. വാർത്തകൾ വിശദമായി. മണിപ്പാൽ മലയാളിയായ MBBS വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ 3 പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. മണിപ്പാൽ സെഷൻസ് കോടതിയാണ് വിധി പ്രഖ്യാപിച്ചത്. മണിപ്പാൽ കസ്തൂർബ മെഡിക്കൽ കോളേജിലെ മലയാളി വിദ്യാർത്ഥിനിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത കേസിൽ 3 പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. മുനിസിപ്പൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. ഹരിപ്രസാദ്, ആനന്ദ് എന്നിവർക്കാണ് ശിക്ഷ വിധിച്ചത്. 2013 ജൂൺ 20-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ലൈബ്രറിയിൽ നിന്ന് ഫ്ളാറ്റിലേക്ക് നടന്നു പോവുകയായിരുന്ന വിദ്യാർത്ഥിനിയെ 3 പേർ ഓട്ടോറിക്ഷയിൽ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. ഒണ്ടിവെട്ടുവിലെ ആൾ പാർപ്പില്ലാത്ത സ്ഥലത്ത് വെച്ച് ഓട്ടോ ഡ്രൈവർ അടക്കമുള്ള 3 പേർ ബലാത്സംഗം ചെയ്തു എന്നാണ് കേസ്. പ്രതിയായ യോഗേഷ് പൂജാരി അറസ്റ്റ് ഭയന്ന് വിഷം കഴിച്ച ശേഷം IG പ്രതാപ് റെഡ്ഡിയെ വിളിച്ച് കുറ്റസമ്മതം നടത്തുകയായിരുന്നു. യോഗേഷ് പോലീസ് കസ്റ്റഡിയിൽ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മറ്റൊരു പ്രതിയായ ഹരിപ്രസാദും പോലീസിൽ കുറ്റസമ്മതം നടത്തിയിരുന്നു. പർക്കളയിലെ വീട്ടിൽ വെച്ച് 3-ാം പ്രതിയായ ആനന്ദ് പോലീസ് പിടിയിലായി. തെളിവ് നശിപ്പിച്ച കുറ്റത്തിന് യോഗേഷിന്റെ സഹോദരൻ ബാലചന്ദ്രനും ഹരിപ്രസാദിന്റെ സഹോദരൻ ഹരീന്ദ്രയും പിന്നീട് പിടിയിലായി. ഡൽഹിയിൽ നടന്ന കൂട്ടബലാത്സംഗ കേസിൽ വിധി വന്ന ശേഷം ലൈംഗിക കുറ്റകൃത്യത്തിൽ രാജ്യം കാതോർത്തിരുന്നതാണ് ഈ കേസിലെ വിധി. കേരള NGO അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം തുടങ്ങി. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിലാണ് സമ്മേളനം നടക്കുന്നത്. രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന കേരള NGO അസോസിയേഷൻ ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ തുടങ്ങി. 10ാം ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുന്ന UDF സർക്കാരിനെ സമ്മേളനം അഭിനന്ദിച്ചു. സമ്മേളനത്തിന് മുന്നോടിയായി പ്രതിനിധി സമ്മേളനം നടന്നു. ജില്ലാ സെക്രട്ടറി സുരേഷ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ ട്രഷറർ ലോകേഷ്, MB ആചാർ എന്നിവർ സംസാരിച്ചു. ജില്ലാ പ്രസിഡന്റ് വി ദാമോദരൻ സ്വാഗതം പറഞ്ഞു. പ്രതിനിധി സമ്മേളനം വെള്ളിയാഴ്ച രാവിലെ നടക്കും. മന്ത്രി KC ജോസഫ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. പ്രമുഖ നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കും. കേബിൾ TV ഓപ്പറേറ്റർമാരുടെ ഐക്യവും അവബോധവും ലക്ഷ്യമാക്കി ആവിഷ്കാർ മീഡിയ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ റെസ്തോഗി നടത്തുന്ന ഭാരതയാത്രയായ ചേതനയാത്രയ്ക്ക് ചെറുവത്തൂരിൽ സ്വീകരണം നൽകി. ജില്ലയിലെ കേബിൾ TV ഓപ്പറേറ്റർമാരുടെയും നോർത്ത് മലബാർ കേബിൾ നെറ്റ്വർക്കിന്റെയും സംയുക്താഭിമുഖ്യത്തിലായിരുന്നു ചെറുവത്തൂരിലെ സ്വീകരണം. ഇന്ത്യയിൽ മുഴുവൻ പര്യടനം നടത്തി കേബിൾ ഓപ്പറേറ്റർമാർക്ക് അവബോധമുണ്ടാക്കുന്ന തനിക്ക് കേരളത്തിലെ ഓപ്പറേറ്റർമാരുടെയും COA എന്ന സംഘടനയുടെയും പ്രവർത്തനം അത്ഭുതമുണ്ടാക്കിയെന്ന് ഭാരതയാത്രയായ ചേതനയാത്രയ്ക്ക് നേതൃത്വം നൽകുന്ന ഡോക്ടർ റെസ്തോഗി പറഞ്ഞു. കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ പ്രവർത്തനം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ ഓപ്പറേറ്റർമാർക്ക് കൂടി മാതൃകയാണെന്നും അദ്ദേഹം പറഞ്ഞു. സ്വീകരണ ചടങ്ങിൽ COA സംസ്ഥാന പ്രസിഡന്റ് NH അൻവർ, ജില്ലാ പ്രസിഡന്റ് ഷുക്കൂർ കോളിക്കര, സെക്രട്ടറി സതീഷ് കെ പാക്കം, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ H ലോഹിതാക്ഷൻ, K രഘുനാഥൻ, മേഖലാ പ്രസിഡന്റ് PR ജയചന്ദ്രൻ, CCN വൈസ് ചെയർമാൻ K പ്രദീപ് കുമാർ എന്നിവർ സംബന്ധിച്ചു. കാസർഗോഡ് ജില്ലയിൽ 2 സ്ഥലത്ത് UDF-ന് എതിരില്ല. മഞ്ചേശ്വരം ഉദ്യാവാരയിലും മൊഗ്രാൽ പുത്തൂരിലുമാണ് എതിരില്ലാതെ വിജയിച്ചത്. സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് പൂർത്തിയായി. ഇതോടെ പല സ്ഥലങ്ങളിലും പ്രധാനപ്പെട്ട പാർട്ടികളുടെ സ്ഥാനാർത്ഥികൾ പലരുടെയും പത്രികകൾ തള്ളി.
ഏറ്റവും കൂടുതൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത് കണ്ണൂർ ജില്ലയിലാണ്. ആന്തൂർ നഗരസഭയിൽ 14ഓളം സ്ഥാനാർത്ഥികളാണ് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത്. ജില്ലയിലും 2 സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. മഞ്ചേശ്വരം ഉദ്യാവാരയിലെ 20-ാം വാർഡിലാണ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി ഹലീമ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത്. ഡമ്മി ഉൾപ്പെടെ ഇവിടെ പത്രിക സമർപ്പിച്ച 2 പേരും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളാണ്. ഡമ്മി സ്ഥാനാർത്ഥി പത്രിക പിൻവലിച്ചതോടെ ഹലീമ വിജയിയായി. അതുപോലെ മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്തിലും കോൺഗ്രസ് സ്ഥാനാർത്ഥി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. ആയിഷ മെഹമ്മൂദാണ് ഇവിടെ വിജയിച്ചത്. മഞ്ചേശ്വരത്തും മൊഗ്രാൽ പുത്തൂരിലും ഭരണകക്ഷിയായി UDF-ന് ആശ്വാസം പകരുന്നതാണ് ഈ വിജയം. ബ്ലോക്ക് പഞ്ചായത്തിൽ ഇക്കുറി മത്സരം മുറുകും. മുഴുവൻ വാർഡിലും ത്രികോണ മത്സരം നടക്കും. ഉദ്മയിൽ കോൺഗ്രസിലെ KV ശോഭന, CPM-ലെ ഇന്ദിരാ ബാലൻ, BJP-യുടെ ഗീതയും പത്രിക നൽകി. പെരിയയിൽ കോൺഗ്രസിലെ ശൈലജയും, CPM-ലെ നളിനിയും, BJP-യിലെ ലക്ഷ്മിയും, അജാനൂരിൽ മുസ്ലിം ലീഗിലെ അഷറാഫിയും, CPM-ന്റെ M രാമകൃഷ്ണനെയും, BJP-യുടെ P ശാരദയും, മടിക്കയിൽ CPM-ന്റെ M കുഞ്ഞമ്പുവും, BJP-യിലെ SK നാരായണനും കോൺഗ്രസിലെ മൊയ്തീൻ കുഞ്ഞിയും പത്രിക നൽകി. പുല്ലൂർ വാർഡിൽ കോൺഗ്രസിലെ ചന്ദ്രൻ കരിച്ചേരിയും, BJP-യുടെ ചന്തുഞ്ഞിയും, CPM-ലെ P നാരായണനും പത്രിക നൽകിയവരിൽ ഉൾപ്പെട്ടു. അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ M പത്മനാഭൻ മുമ്പാകെയാണ് പത്രിക നൽകിയത്. ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. അജാനൂർ പഞ്ചായത്ത് കാട്ടുകുളങ്ങര വാർഡിൽ M നാരായണനും രാംനഗർ വാർഡിൽ ഉമേശൻ കാട്ടുകുളങ്ങരയും UDF സ്ഥാനാർത്ഥികൾ. വാശിയേറിയ മത്സരത്തിന് സാക്ഷ്യം വഹിക്കുന്ന കാട്ടുകുളങ്ങര വാർഡിൽ M നാരായണനും രാംനഗർ വാർഡിൽ ഉമേശൻ കാട്ടുകുളങ്ങരയും UDF സ്ഥാനാർത്ഥികളായി പത്രിക നൽകി. M നാരായണന് കെട്ടിവെക്കാനുള്ള തുക ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ INTUC മൂലക്കണ്ടം യൂണിറ്റ് പ്രവർത്തകരും, ഉമേശൻ കാട്ടുകുളങ്ങരയ്ക്ക് കെട്ടിവെക്കാനുള്ള തുക മുൻ DCC സെക്രട്ടറി TK സുധാകരന് വേണ്ടി വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് നാരായണൻ കാട്ടുകുളങ്ങരയും കൈമാറി. ചടങ്ങിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് NV അരവിന്ദാക്ഷൻ നായർ, കോൺഗ്രസ് നേതാക്കളായ K ദിനേശൻ, PK കാർത്തിയാനി, T ബാലകൃഷ്ണൻ മാസ്റ്റർ, രാമകൃഷ്ണൻ, അക്ബർ അലി, വിനു മൂലക്കണ്ടം, പ്രിയേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. 5 വർഷം വാർഡംഗമായി പ്രവർത്തിച്ച പരിചയമാണ് നാരായണനെ മത്സരരംഗത്തേക്ക് ഇറക്കുന്നത്. മാവുങ്കാൽ വനിതാ സഹകരണ ബാങ്ക് ജീവനക്കാരനാണ് ഉമേശൻ കാട്ടുകുളങ്ങര. വൈദ്യുതി ബോർഡിൽ ഹിതപരിശോധന. KSCB വർക്കേഴ്സ് അസോസിയേഷൻ CITU-വിന്റെ നേതൃത്വത്തിൽ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. ഒക്ടോബർ 20-ാം തീയതി വൈദ്യുതി ബോർഡിൽ നടക്കുന്ന ഹിതപരിശോധനയിൽ KSCB വർക്കേഴ്സ് അസോസിയേഷൻ വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വാഹന പ്രചരണ ജാഥ ആരംഭിച്ചു. നെല്ലിക്കുന്നിൽ വെച്ച് ജാഥയുടെ ഉദ്ഘാടനം CITU സംസ്ഥാന സെക്രട്ടറി P രാഘവൻ നിർവഹിച്ചു. CITU യൂണിറ്റ് പ്രസിഡന്റ് M ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി മെമ്പർ V ജനാർദ്ദനൻ, ജയരാജ് എന്നിവർ പ്രസംഗിച്ചു. ഡിവിഷൻ സെക്രട്ടറി K ശ്രീനിവാസൻ ജാഥ ലീഡറും CC മെമ്പർ M ഭാസ്കരൻ ജാഥ മാനേജറുമാണ്. വിവിധ സ്ഥലങ്ങളിലെ സ്വീകരണത്തിന് ശേഷം ഒക്ടോബർ 16-ന് ജാഥ ഉദുമയിൽ സമാപിക്കും. KSCB വർക്കേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി V ലക്ഷ്മണൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഈ മണൽ സംവിധാനം പുനഃസ്ഥാപിക്കണം. ലെൻസ്ഫെഡ് ഹോസ്ദുർഗ് താലൂക്ക് സമ്മേളനത്തിന് സമാപനം. നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ നിർമ്മാണ വസ്തുക്കളുടെ ലഭ്യത ഉറപ്പുവരുത്തണമെന്ന് ലെൻസ്ഫെഡ് ഹോസ്ദുർഗ് താലൂക്ക് സമ്മേളനം ആവശ്യപ്പെട്ടു. പുഴ മണൽ വാരൽ നിരോധനം പിൻവലിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. സമ്മേളനം ലെൻസ്ഫെഡ് ജില്ലാ പ്രസിഡന്റ് സജി മാത്യു ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഈ സമ്മേളനത്തില് എന്തുകൊണ്ടും മുൻ വർഷങ്ങളെക്കാളും വളരെ പ്രാധാന്യമുള്ള ഒരു സമ്മേളനമായിരുന്നു ഇതെന്ന് ഓരോ അംഗങ്ങളും ഉച്ചകഴിഞ്ഞ് നടക്കുന്ന സംഘടനാ സെഷനിൽ അവരുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും, സംഘടനയുടെ താഴെത്തട്ടിലുള്ള പ്രവർത്തനമാണ് സംഘടനയുടെ ഉന്നതാധികാര സമിതികൾ തീരുമാനമെടുക്കുവാനും സമര പോരാട്ടങ്ങൾ നടത്തുവാനുമുള്ള പ്രചോദനം എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ഈ സമ്മേളനം ഒരു വമ്പിച്ച വിജയമാക്കുവാൻ എല്ലാവരും ശ്രമിക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. താലൂക്ക് കമ്മിറ്റി പ്രസിഡന്റ് T രാജൻ അധ്യക്ഷനായി. അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PP നസീമ ടീച്ചർ മുഖ്യാതിഥിയായിരുന്നു. ലെൻസ്ഫെഡ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CS വിനോദ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ലെൻസ്ഫെഡ് താലൂക്ക് സെക്രട്ടറി PK വിനോദ് കുമാർ സ്വാഗതം പറഞ്ഞു. കരുണയുടെ കരങ്ങളുമായി അവർ എത്തി. ശോഭനയുടെ ജീവിത ദുരിതങ്ങളിൽ തണലേകാൻ സഹായങ്ങൾ എത്തുന്നു. സങ്കടങ്ങൾ മാത്രം കൂട്ടുവന്ന കേളോത്തെ ശോഭനയുടെയും മകൻ ഉണ്ണികൃഷ്ണന്റെയും ജീവിതത്തിന് സ്നേഹത്തിന്റെയും സാന്ത്വനത്തിന്റെ വെളിച്ചവുമായി സന്തോഷിന്റെ കുടുംബമെത്തി.
ഇരുളടഞ്ഞ ജീവിതവുമായി 11 വയസ്സുകാരൻ മകൻ ഉണ്ണികൃഷ്ണനോടൊപ്പം കഴിയുന്ന ശോഭനയുടെ കണ്ണീരൊപ്പാനാണ് അവർ എത്തിയത്. എൻഡോസൾഫാൻ ദുരിതബാധിതയായിട്ടും അർഹമായ ആനുകൂല്യങ്ങൾ പടിക്ക് പുറത്തായ ശോഭനയുടെ ജീവിത ദുരിതങ്ങൾ സിറ്റി ന്യൂസ് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചിരുന്നു. ഇടിഞ്ഞു വീഴാറായ വീട്ടിൽ മകന്റെ തുണയിൽ ജീവിക്കുന്ന ശോഭനയ്ക്ക് സർക്കാർ സഹായങ്ങൾ പൂർണ്ണമായും ലഭിച്ചിരുന്നില്ല. കാടുമൂടിയ വീട്ടുപരിസരം പോലെ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോയ ശോഭനയുടെയും മകന്റെയും കണ്ണീരൊപ്പാൻ നിരവധി കരങ്ങൾ രംഗത്ത് വരികയുണ്ടായി. കഴിഞ്ഞ ദിവസം പുല്ലൂരിലെ അലീന സ്റ്റുഡിയോ ഉടമ സന്തോഷും കുടുംബവും ശോഭനയുടെ വീട്ടിലെത്തുകയുണ്ടായി. മധുരപലഹാരങ്ങളും സഹായങ്ങളുമായി എത്തിയ അവർ ശോഭനയുടെ കുടുംബത്തിന്റെ പ്രയാസങ്ങൾ ചോദിച്ചറിഞ്ഞു. അമ്മയ്ക്ക് തുണയായി നിൽക്കുന്ന മകൻ ഉണ്ണികൃഷ്ണന്റെ 10ാം തരം വരെയുള്ള പഠനം സന്തോഷ് ഏറ്റെടുത്തു. സിറ്റി ന്യൂസിന്റെ ഇടപെടലാണ് ഞങ്ങളെ ഇവിടെ എത്തിച്ചതെന്ന് സന്തോഷിന്റെ മാതാവ് ത്രേസ്യാമ്മ പറഞ്ഞു. സിറ്റി ന്യൂസിൽ ഞങ്ങളിങ്ങനെ ഒരു വാർത്ത കണ്ടിട്ട് ഞാനും മകനും മകൻ്റെ ഭാര്യയൊക്കെ ഇവിടെ വന്നു. ഇവരെ കണ്ടു. അവർക്ക് അവിടുത്തെ സ്ത്രീക്ക് കണ്ണിന് കാഴ്ചയില്ല. പിന്നെ ചെറിയ മകനാണ്. ഞങ്ങൾക്ക് വളരെ സങ്കടം തോന്നി. അപ്പം ഞങ്ങൾ അവർക്ക് ചെറിയൊരു തുക സംഭാവന കൊടുക്കാൻ ആഗ്രഹിച്ചു. അങ്ങനെ എൻ്റെ മകനത് കൊടുത്തു. പിന്നെ എല്ലാവരും ഇനി അവരെ സഹകരിച്ച് അവരെ നല്ലതാക്കി എടുക്കണവർക്ക് വീടൊന്നുമില്ല. അവരുടെ വീടെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു പോയിട്ടുള്ളതാണ്. പിന്നെ വലിയ ആൾക്കാരും ബന്ധക്കാരും ഒന്നും ഇല്ലാത്തവരാണ്. അപ്പോൾ അവരെ എല്ലാവരും ഒന്ന് സഹായിച്ച് അവരെ എങ്ങനെയെങ്കിലും അമ്മയും മകനെയും കൂടെ ഒന്ന് രക്ഷപ്പെടുത്തി എടുക്കണമെന്ന് എല്ലാവരും അതിന് മുന്നോട്ടിറങ്ങുവാണെങ്കിൽ ഒരു കുടുംബം രക്ഷപ്പെട്ടോളും. ഒരു പകൽ മുഴുവൻ സന്തോഷും ഭാര്യ വിനീതയും മക്കൾ അലീനയും ആൽവിനും അടങ്ങുന്ന കുടുംബം ശോഭനയുടെ വീട്ടിൽ ചെലവഴിച്ചു. അലീനയും ആൽവിനും ഉണ്ണികൃഷ്ണന്റെ കളിക്കൂട്ടുകാരായി. സങ്കടങ്ങൾ സന്തോഷത്തിന് വഴിമാറിക്കൊടുത്ത നിമിഷങ്ങളായിരുന്നു അവ. ശോഭനയുടെ വീട്ടിലെ ചെറു സൽക്കാരവും സ്വീകരിച്ചാണ് അവർ മടങ്ങിയത്. ശോഭനയ്ക്കും മകനും തുടർ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുകയുണ്ടായി. മൂല്യങ്ങൾ ശോഷിക്കുന്ന പുതിയ കാലത്ത് നന്മയുടെ ഇത്തിരി വെട്ടങ്ങൾ തെളിയുമ്പോൾ അതിനെ ചേർത്ത് പിടിക്കുകയാണ് സമൂഹത്തിന്റെ കടമ. ഇവിടെ ഒരമ്മയും മകനും ജീവിതം നിലനിർത്താനായി പാടുപെടുമ്പോൾ സഹായത്തിന്റെ കാര്യങ്ങളുമായി എത്തുന്ന ഇത്തരം മനസ്സുകളോടൊപ്പം സിറ്റി ന്യൂസ് പ്രവർത്തകരും കൈകോർക്കുന്നു. ക്യാമറമാൻ ദിനേശിനോടൊപ്പം അനിൽ പുളിക്കാൽ, ന്യൂസ് ഡെസ്ക്, കാഞ്ഞങ്ങാട്. കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയം ഫീൽഡ് പബ്ലിസിറ്റി വിഭാഗത്തിന്റെ കേരളം ലക്ഷദ്വീപ് മേഖലയുടെ ആഭിമുഖ്യത്തിലുള്ള മിഷൻ ഇന്ദ്രധനുഷിന് നീലേശ്വരത്ത് തുടക്കം. സെമിനാർ, ആരോഗ്യ ബോധവൽക്കരണം, സാംസ്കാരിക പരിപാടികൾ എന്നിവ ആദ്യ ദിവസം നടന്നു. കേന്ദ്ര ഫീൽഡ് പബ്ലിസിറ്റി വിഭാഗം കേരള ലക്ഷദ്വീപ് മേഖലയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന മിഷൻ ഇന്ദ്രധനുസ് ആരോഗ്യ ബോധവൽക്കരണ മേള പ്രധാനമായും ഗ്രാമീണ മേഖലയിലെ ജനങ്ങളെ ലക്ഷ്യം വെച്ചാണ് നടത്തുന്നത്. മേളയുടെ ഭാഗമായി സെമിനാർ, ചർച്ചായോഗം, ആരോഗ്യ ക്യാമ്പ്, മാതൃസംഗമം, ക്യൂസ്, എക്സിബിഷൻ, ഫിലിം ഷോ, കലാ സാംസ്കാരിക പരിപാടികൾ എന്നിവയാണ് ഒരുക്കിയിട്ടുള്ളത്. രോഗപ്രതിരോധ കുത്തിവയ്പ്, മാതൃ ശിശു ആരോഗ്യ സംരക്ഷണം, കൗമാരകാല ആരോഗ്യ സംരക്ഷണം എന്നീ വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള പരിപാടികളാണ് നടത്തുന്നത്. പരിപാടിക്ക് മുന്നോടിയായി നഗരത്തിൽ നടന്ന വിളംബരജാഥ ശ്രദ്ധേയമായി. തുടർന്ന് താലൂക്ക് ആശുപത്രിയിൽ നടന്ന സമ്മേളനം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദിനേശ് കുമാർ AP ഉദ്ഘാടനം ചെയ്തു. അതിൽ കൂടുതൽ എൻ്റെ പ്രിയ സഹപ്രവർത്തകരായ ഫീൽഡ് വിഭാഗം ജീവനക്കാരൻ ഭയപ്പെട്ടിട്ടുള്ള കുറച്ച് പേരൊക്കെ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ ഇലക്ഷൻ കാലഘട്ടത്തിലും ഇത് തമാശയ്ക്ക് തന്നെ ഞങ്ങൾ അടച്ചു പറയുന്നതല്ല. ഇലക്ഷൻ കാലഘട്ടത്തിൽ പൊതുവെ ആർക്കും ട്രാൻസ്ഫർ ഉണ്ടാവില്ല എന്നാണ് കേട്ടത്. എന്നിട്ട് എൻ്റെ അടുത്ത് കുറച്ച് ദിവസം സാറേ ജില്ലയിൽ വ്യാപകമായിട്ടൊരു ഡയലോഗ് നടക്കുന്നുണ്ടാകും, സാറിന് കണ്ണൂരിൽ ട്രാൻസ്ഫർ ആക്കിയത്. ഞാൻ ഇവിടെ ചിരിച്ചോണ്ട് പറഞ്ഞു, അങ്ങനെ ഒരു ഡയലോഗ് നടക്കുന്നുണ്ടെങ്കിൽ അത് JPHമാരുടെയും KHമാരുടെയും സംഘടനയായിരിക്കും. താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ജമാൽ അഹമ്മദിന്റെ അധ്യക്ഷതയിൽ ഫീൽഡ് പബ്ലിസിറ്റി ഡയറക്ടറേറ്റ് ജോയിന്റ് ഡയറക്ടർ S സുബ്രഹ്മണ്യൻ മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ സുരേഷൻ V, ഐസക് ഈപ്പൻ തുടങ്ങിയവരും സംസാരിച്ചു. കൂട്ടായ്മയുടെ കരുത്തിൽ വിത്തിറക്കി. ആഹ്ലാദ തിമിർപ്പിൽ ചങ്ങമ്പുഴ വനിതാ വേദിയുടെ നേതൃത്വത്തിൽ അള്ളങ്കോട്ട് വയലിൽ കൊയ്ത്തുത്സവം നടന്നു. കൂട്ടായ്മയുടെ കരുത്തിൽ കാർഷിക വിജയം സ്വന്തമാക്കാനായതിന്റെ ആഹ്ലാദത്തിലാണ് വാണിയമ്പാറ ചങ്ങമ്പുഴ വനിതാ വേദിയുടെ പ്രവർത്തകർ. 14 അംഗങ്ങൾ ഒത്തുചേർന്നാണ് അള്ളങ്കോട് വയലിനെ കൃഷി സമൃദ്ധമാക്കിയത്. ഒരേക്കർ സ്ഥലത്താണ് ഇവർ നെൽകൃഷി ഇറക്കിയത്. വർഷങ്ങളായി തരിശിട്ട പ്രദേശമാണ് കൃഷിയോഗ്യമാക്കിയത്. നിലമൊരുക്കാനും നടീലിനുമെല്ലാം സ്ത്രീകൾ തന്നെയാണ് രംഗത്തിറങ്ങിയത്. 50 സെന്റ് വയലിൽ മധുരക്കിഴങ്ങ് കൃഷിയും ഇറക്കിയിരുന്നു. പരമ്പരാഗത കർഷകരിൽ നിന്നും ജ്യോതി, ഹർഷ നെൽവിത്തുകളാണ് ഇവർ ശേഖരിച്ചത്. കൃഷി ലാഭകരമാണെന്ന് ചങ്ങമ്പുഴ വനിതാ വേദി പ്രവർത്തകർ പറഞ്ഞു. കുറച്ച് ഞങ്ങൾ നെല്ല് ഇങ്ങനെ വെള്ളത്തിലെല്ലാം വീണിട്ട് കുറച്ച് പോയിട്ടുണ്ട്, നഷ്ടമായിട്ടുണ്ട്. പക്ഷെ എന്നാലും കുറച്ചൊക്കെ നല്ല ഇതെന്നല്ല ഞങ്ങൾ വിചാരം. പിന്നെ ഇതുപോലെ പച്ചക്കറി കൃഷി, കിഴങ്ങ്, മധുരക്കിഴങ്ങ് കൃഷി അങ്ങനെയെല്ലാം ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ്. ഇത് മൊത്തം എല്ലാം കൂടി ഒരു 50 സെൻറ്റ്. ഇത് നെൽകൃഷി മാത്രം
വെള്ളരി കിഴങ്ങ് അതൊക്കെ കുറേ കൂടുതലുണ്ടായിരുന്നു. പ്രമീള ചെയർപേഴ്സണും സതീശൻ ചെയർമാനും പ്രേമ ട്രഷററുമായ സമിതിയാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. കൊയ്ത്ത് കഴിഞ്ഞതോടെ പത്തായം നിറയെ വിളവ് ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് വനിതാവേദി പ്രവർത്തകർ. നവരാത്രി പൂജ മഹോത്സവ നിറവിൽ ഹോസ്ദുർഗ മാരിയമ്മ ക്ഷേത്രം. അന്നദാനത്തിന്റെ പുണ്യത്തിനായി ഇത്തവണയും ക്ഷേത്രം ഒരുങ്ങി. ദേവി ഉപാസകരുടെ പ്രധാന ആരാധനാ കേന്ദ്രമായ ഹോസ്ദുർഗ് മാരിയമ്മ ക്ഷേത്രം നവരാത്രി പൂജാ മഹോത്സവത്തിന്റെ നിറവിൽ. നിത്യേന ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഇവിടെ നവരാത്രി ആഘോഷത്തിൽ പങ്കെടുത്ത് മടങ്ങുന്നത്. ഹോസ്ദുർഗിന്റെ ഐശ്വര്യദേവതയായി കണക്കാക്കുന്ന മാരിയമ്മ ക്ഷേത്രത്തിലെ ആഘോഷം ക്ഷേത്രം ട്രസ്റ്റി ബോർഡും പൂജാ മഹോത്സവ കമ്മിറ്റിക്കും 10 പൂജാ അവകാശികളും ചേർന്നാണ് സംഘടിപ്പിക്കുന്നത്. ഓരോ നവരാത്രി കാലത്തും 10,000ങ്ങളാണ് ഇവിടെ അന്നദാനം സ്വീകരിക്കുന്നതിനായി എത്തുന്നത്. നിത്യേന 8 കിൻഡൽ അന്നദാനത്തിനായി നീക്കിവെക്കുമെന്ന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. ഇപ്പോൾ അതേ സമയത്ത് ഇന്ന് തുടക്കത്തിനൊന്ന് 7 കിൻഡൽ അരി ഇട്ടു. ഇന്ന് 9 കിൻഡൽ അരി ഇട്ടിട്ടാണ് കൊടുക്കുന്നത്. 9 കിൻഡൽ അരി കഴിച്ചാൽ ഒരു 9,000 ആൾക്കാരാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ചില ലാസ്റ്റ് പൂജ ആകുമ്പോഴേക്ക് ഒരു 12,000-15,000 ആൾക്കാർക്കും ഭക്ഷണം നമ്മൾ കൊടുക്കുന്നത്. പിന്നെ അതിനേക്കാൾ കൂടുതൽ നമ്മൾ ഇവിടെ വരുന്ന ഭക്തന്മാർക്ക് ക്ഷമയാണ് ഏറ്റവും കൂടുതൽ. ക്ഷമ എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ തിരക്കുണ്ടെങ്കിലും അന്നദാനം കഴിക്കാതെ ഇവിടെ ഒരു ഭക്തൻ വന്നാൽ തിരിച്ചു പോകില്ല. അമ്മയെ തൊഴാനെത്തുന്ന ഓരോ ഭക്തനും ഇവിടെ നിന്നും അന്നപ്രസാദം കഴിച്ചാണ് മടങ്ങുന്നത്. വെള്ളിയാഴ്ച രാത്രി നൃത്തനൃത്യങ്ങൾ അരങ്ങേറും. ശനിയാഴ്ച രാത്രി 7-ന് കാഞ്ഞങ്ങാട് ലയം കലാക്ഷേത്രത്തിന്റെ ശാസ്ത്രീയ നൃത്തസന്ധ്യ അരങ്ങേറും. ഞായറാഴ്ച വൈകിട്ട് 5-ന് നോർത്ത് കോട്ടച്ചേരി വനിതാ ടീമിന്റെ തിരുവാതിര അരങ്ങേറും. വളരെ അച്ചടക്കത്തിൽ ഈ നാട്ടിലെ മുഴുവൻ ദേവീ ഭക്തന്മാർക്കും കുട്ടികൾക്കും എന്ന് വേണ്ട അപാലവൃത്തം ജനങ്ങൾക്ക് ഈ സന്നിധാനത്തിൽ എത്തിച്ചേരുന്ന ജാതി മത വിഭാഗം ഇല്ലാതെ എല്ലാ വിഭാഗം ആളുകൾക്കും ഉച്ചക്ക് അന്നദാനം നൽകിക്കൊണ്ടും വളരെയധികം സന്തോഷത്തോടു കൂടി ഈ ഉത്സവത്തിൽ എല്ലാ വിഭാഗം ആളുകളും പങ്കെടുത്തുകൊണ്ട് ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഈ മഹോത്സവം നടത്തി വരികയാണ്. അതെന്തെന്ന് പറഞ്ഞാൽ ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ മാരിയമ്മേൻ്റെ ശക്തി. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് മറ്റേ ഫുഡ് കമ്മിറ്റി ചെയർമാൻ എല്ലാം പറഞ്ഞ പോലെ ആ വസൂരിയും ആ മാരിയമ്മേൻ്റെ ആ ഒരു ഐതിഹ്യം എന്ന് പറഞ്ഞാൽ ഹോസ്ദുർഗ് മാരിയമ്മേൻ്റെ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ അതാണ്. പണ്ടായിക്കോട്ടെ എല്ലാ ദിവസവും ഓരോരോ ഭക്തജനങ്ങൾ വന്ന് ഇന്നത്തെ അന്നദാനത്തിന് നമ്മളെ ഒരു സംഭാവന ഇത്രയുണ്ട്. അതായത് നമ്മൾ ആവശ്യത്തിന് നമ്മൾ സഹകരിച്ചിട്ട് നമ്മൾ പോകുന്നുണ്ട്. അത് കൂടാണ്ട് എല്ലാ ഭക്തജനങ്ങളും ഇവിടെ തന്നെ നടയിൽ അർപ്പിക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. തിങ്കളാഴ്ച വൈകിട്ട് 4-ന് യക്ഷഗാനവും അരങ്ങിലെത്തും. ചൊവ്വാഴ്ച രാത്രി 7-ന് ഗോപി മരങ്ങാട്ടിന്റെ സംഗീതാർച്ചന നടക്കും. ബുധനാഴ്ച ദുർഗാഷ്ടമി നാളിൽ രാത്രി 7-ന് ഭക്തിഗാനസുധ നടക്കും. 22-ന് മഹാനവമി നാളിൽ വൈകിട്ട് 5-ന് സർവൈശ്വര്യ വിളക്ക് പൂജയും നടക്കും. 23-ന് വിജയദശമി നാളിൽ രാത്രി 8-ന് കലാമണ്ഡലം KR പരമേശ്വരന്റെ ഓട്ടം തുള്ളൽ അരങ്ങേറും. എല്ലാ ദിവസവും രാവിലെ ക്ഷേത്രത്തിൽ ദേവി ഭാഗവത പാരായണവും നടക്കും. ഗാന്ധി പീസ് ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച ഗാന്ധി സന്ദേശ യാത്രയ്ക്ക് ജില്ലയിൽ സമാപനം. ജില്ലയിലെ ആദ്യത്തെ സ്വീകരണ പരിപാടി നീലേശ്വരത്ത് നടന്നു. മദ്യരഹിത, മയക്കുമരുന്ന് രഹിത, അക്രമരഹിത, മതവിദ്വേഷരഹിത സമൂഹം ലക്ഷ്യമാക്കിയായിരുന്നു സന്ദേശയാത്ര. മദ്യരഹിത, മയക്കുമരുന്ന് രഹിത, അക്രമരഹിത, മതവിദ്വേഷരഹിത സമൂഹത്തിനായി ഗാന്ധി പീസ് മിഷന്റെ നേതൃത്വത്തിൽ തലസ്ഥാന നഗരിയിൽ നിന്ന് ആരംഭിച്ച സന്ദേശയാത്രയ്ക്ക് നിരവധി കേന്ദ്രങ്ങളിൽ ആവേശകരമായ സ്വീകരണം ലഭിച്ചു. സ്വാതന്ത്ര്യ സമര സേനാനികൾ പ്രായാധിക്യവും അവശതയും മാറ്റിവെച്ച് പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയത് ഗാന്ധി ദർശനത്തിന്റെ പ്രസക്തിയാണ് എടുത്തു കാണിക്കുന്നതെന്ന് ജാഥാംഗങ്ങൾ പറഞ്ഞു. സമരസേനാനികളുടെ കുടുംബാംഗങ്ങളും മുതിർന്ന നേതാക്കളും പൊതുപ്രവർത്തകരുമെല്ലാം സന്ദേശയാത്രയ്ക്ക് അഭിവാദ്യമർപ്പിക്കാനെത്തി. ജില്ലയിൽ ആദ്യ സ്വീകരണം ചരിത്രമുറങ്ങുന്ന നീലേശ്വരത്തെ അരയാൽത്തറയിലായിരുന്നു. തുടർന്ന് മാന്തോപ്പ് മൈതാനിയിലും വരവേൽപ്പ് നൽകി. ഉച്ചതിരിഞ്ഞ് കാസർകോട്ട് ഗാന്ധി സന്ദേശയാത്ര സമാപിച്ചു. സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെയും ഗാന്ധിയൻ സമരമാർഗങ്ങളുടെയും പേരിൽ ശ്രദ്ധേയമായ നീലേശ്വരത്ത് നടന്ന സ്വീകരണ ചടങ്ങ് ഏറെ സവിശേഷതയാർന്നതായിരുന്നു. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കുടുംബാംഗങ്ങൾ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. പ്രമുഖ സമരസേനാനി KR കണ്ണൻ ദീപശിഖ കൊളുത്തി തുടക്കം കുറിച്ചു. തുടർന്ന് K നാരായണൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ P കരുണാകരൻ MP സ്വീകരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മുസൽമാനായ, ക്രിസ്ത്യാനിയായ, പാർസിയായ, സിഖായാലും ഒരേപോലെ അവരെ കാണാനും ജീവിക്കാനും കഴിയുന്ന ഒരു മതേതരത്വ ഇന്ത്യ, മതനിരപേക്ഷ ഇന്ത്യ, അതാണ് ഗാന്ധിജിയുടെ ഏറ്റവും പ്രധാന ലക്ഷ്യം. യഥാർത്ഥത്തിൽ അത്തരം ഒരു മഹത്തായ സന്ദേശം ഉയർത്തിയതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അതിനെതിരെയുള്ള ശക്തികൾ ഗാന്ധിജിയെ കൊലപ്പെടുത്തി. ചടങ്ങിൽ KR കണ്ണനെ K കുഞ്ഞിരാമൻ MLA ആദരിച്ചു.
പ്രൊഫസർ വി ഗോപിനാഥൻ ആമുഖ ഭാഷണം നടത്തി. തുടർന്ന് ജാഥ ക്യാപ്റ്റൻ ഡോക്ടർ എൻ രാധാകൃഷ്ണൻ സംസാരിച്ചു. ഡോക്ടർ ഗോപാലകൃഷ്ണൻ, കെ ഗോപാലകൃഷ്ണൻ പണിക്കാർ, ഡോക്ടർ യു ശശിമേനോൻ, കെ പി ജയരാജൻ, ഡോക്ടർ ടി എം സുരേന്ദ്രനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു. ഗാന്ധി സന്ദേശ യാത്രയ്ക്ക് കാഞ്ഞങ്ങാട്ട് സ്വീകരണം നൽകി. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഭാരതത്തിലേക്ക് വന്നതിന്റെ ഓർമ്മ പുതുക്കാനാണ് ഗാന്ധി സന്ദേശ യാത്ര സംഘടിപ്പിക്കുന്നത്. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തിയതിന്റെ സ്മരണ പുതുക്കുന്നതിന്റെ ഭാഗമായാണ് ഗാന്ധി പീസ് മിഷൻ ഗാന്ധി സന്ദേശ യാത്ര സംഘടിപ്പിച്ചത്. കേരളത്തിലെ 14 ജില്ലകളിലും യാത്രാ പര്യടനം നടത്താനാണ് തീരുമാനം. ഒരു ജ്യോതി എന്ന് വെച്ചാൽ എന്താണ്? നിങ്ങളെന്താ അർത്ഥമാണ്? ആരെങ്കിലും പറഞ്ഞു കൂട്ടത്തിൽ ആരാ മിടുക്കെന്ന് നോക്കട്ടെ. ആദ്യം ഒരു ജ്യോതി എന്ന് പറയുമ്പോൾ ഒരു വിളക്ക് അല്ലേ, ഒരു ദീപം. ഒരു ദീപം എന്ന് പറയുമ്പോൾ എന്താണ്? പെട്ടെന്ന്, വളരെ പെട്ടെന്ന് പ്രകാശം. മോന്റെ പേരെന്താ? മിടുക്കൻ. ജ്യോതി എന്ന് പറഞ്ഞാൽ പ്രകാശമാണ്. പ്രദർശനം, സെമിനാർ, സംവാദം, ദേശഭക്തി ഗാനം തുടങ്ങിയ പരിപാടികൾ ഗാന്ധി സന്ദേശയാത്രയിൽ സംഘടിപ്പിക്കുന്നു. സന്ദേശയാത്രയുടെ ഭാഗമായി ദക്ഷിണാഫ്രിക്കയിലും ഡൽഹിയിലും പ്രത്യേക പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്. കാഞ്ഞങ്ങാട് നൽകിയ സ്വീകരണ ചടങ്ങിൽ ഹോസ്തൃക തഹസിൽദാർ YMC സുകുമാരൻ അധ്യക്ഷനായി. അഡ്വക്കേറ്റ് ടി കെ സുധാകരൻ, മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ ദിവ്യ, പ്രൊഫസർ ഗോപിനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. ഹോസ്ദുർഗ് റേഞ്ച് ചെത്ത് തൊഴിലാളി യൂണിയൻ CITU ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. കോട്ടച്ചേരി പുതിയ വളപ്പിലാണ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത്. ഹോസ്ദുർഗ് റേഞ്ച് ചെത്ത് തൊഴിലാളി യൂണിയൻ CITUവിനായി കോട്ടച്ചേരി പുതിയ വളപ്പിൽ ഒരുക്കിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് AK നാരായണൻ നിർവഹിച്ചു. ബാലഗോപാലൊക്കെ ഇവിടെ ക്യാമ്പ് ചെയ്ത് ഷാൻജാനും നല്ല തമാശക്കാരനാണ്. തൊഴിലാളികളോട് നല്ല തമാശയൊക്കെ പറഞ്ഞ് അവരാ സംഘടനയിൽ കൊണ്ടുവന്ന് സജീവമായി പ്രവർത്തിക്കുന്നതൊക്കെ നല്ല പങ്കുപോയി. നമ്മൾ നിരവധി സമരങ്ങൾ നടത്തി. ചടങ്ങിൽ DV അമ്പാടി അധ്യക്ഷനായി. അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ, CPM കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി P നാരായണൻ, യൂണിയൻ റേഞ്ച് സെക്രട്ടറി T കുട്ടിയൻ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മണിപ്പാൽ മലയാളി വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച സംഭവം, 3 പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ. കേരള NGO അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന് കാഞ്ഞങ്ങാട് തുടക്കം. ജില്ലയിൽ 2 UDF-ന് എതിരില്ല. മഞ്ചേശ്വരം ഉദ്യാവാരയിലും മൊഗ്രാൽ പുത്തൂരിലും UDF സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ വിജയിച്ചു. കേബിൾ TV ഓപ്പറേറ്റർമാരുടെ ഐക്യവും അവബോധവും ലക്ഷ്യമാക്കി നടത്തുന്ന ചേതനയാത്രയ്ക്ക് ചെറുവത്തൂരിൽ സ്വീകരണം നൽകി. ആവിഷ്കാർ മീഡിയ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ റസ്തോഗിയാണ് യാത്ര നടത്തുന്നത്. നവരാത്രി ആഘോഷം, ഹോസ്ദുർഗ് മാരിയമ്മ ക്ഷേത്രത്തിൽ അന്നദാനപ്പുര നിറഞ്ഞു. ഇരുളടഞ്ഞ ജീവിതത്തിൽ ശോഭനയ്ക്ക് സഹായഹസ്തവുമായി സന്തോഷിന്റെ കുടുംബം. അള്ളങ്കോട്ടെ വയലിൽ പൊൻകതിർ കൊയ്തു. ചങ്ങമ്പുഴ വനിതാവേദിയുടെ പ്രവർത്തകർ ആഹ്ലാദത്തിൽ. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.